ഈ മനോഹരമായ പ്രദേശമാണ് ഗോപാലസ്വാമി ഹിൽസ്. ഇവിടെയാണ് ഗോപാലസ്വാമി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. കർണാടകയിലെ ഈ പ്രദേശത്തേക്ക് എളേറ്റിൽ വട്ടോളി ടാൻജന്റ് ട്യൂഷൻ സെന്ററിലെ ടീച്ചേഴ്സിന്റെ കൂടെ നടത്തിയ യാത്രയാണ് ഈ വീഡിയോ. ഹൈവേയിൽ നിന്നും ഗുണ്ടൽപേട്ട് എത്തുന്നതിന്റെ മുൻപേയായി കക്കൽതൊണ്ടി എന്ന പ്രദേശത്തു നിന്നും ഒരു പോക്കറ്റ് റോഡിലേക്ക് ഞങ്ങളുടെ ട്രാവലർ തിരിഞ്ഞു. ഇനി മുഴുവൻ ഗ്രാമപ്രദേശങ്ങളിലൂടെയുള്ള യാത്രയാണ്. കർണാടകയിലെ ഈ ഗ്രാമപ്രദേശങ്ങൾ നിറയെ കൃഷിയാണ്. വിശാലമായ കൃഷിപ്രദേശങ്ങളിൽ വിവിധ നിറങ്ങൾ അലങ്കരിച്ചെന്ന വണ്ണം ഒരുപാട് കൃഷി കാണാൻ സാധിച്ചു. ഏറെ ദൂരം സഞ്ചരിച്ച ശേഷം ഞങ്ങൾ മറ്റൊരു റോഡിലേക്ക് തിരിഞ്ഞു. ഈ റോഡിൽ നിന്ന് മറ്റൊരു റോഡിലേക്ക് തിരിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തുന്നത്. തിരിയേണ്ട സ്ഥലങ്ങളിലെല്ലാം ഗോപാലസ്വാമി ഹിൽസിലേക്ക് എന്ന് ഇംഗ്ലീഷിലും കന്നഡയിലും എഴുതി വെച്ചിട്ടുണ്ട്. കർണാടകയിലെ വീടുകളെല്ലാം പ്രത്യേക രീതിയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ കെട്ടിടങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഇവിടുത്തെ കെട്ടിടങ്ങൾ. ഇവിടുത്തെ കൃഷിയിടങ്ങളും നമുക്ക് കാണാൻ കാഴ്ചയായിരിക്കും. കേരളത്തിലെ കൃഷിയിടങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെ വിശാലമായ പ്രദേശങ്ങളിൽ കൃഷി ഇറക്കിയിട്ടുണ്ട്. സുഖം നൽകുന്ന കാഴ്ച തന്നെ. എന്തൊക്കെ തരത്തിലുള്ള കൃഷികളാണെന്ന് ചിലതെല്ലാം മനസ്സിലായെങ്കിലും ചിലതൊന്നും ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇവിടുത്തെ കെട്ടിടങ്ങളും ഗ്രാമീണ ഭംഗി സൂക്ഷിക്കുന്നവയാണ്. ഈ കാണുന്ന കെട്ടിടം ഇവിടുത്തെ സ്കൂളിൻ്റെ കെട്ടിടമാണ്. നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ ബിൽഡിങ്ങുകളിൽ നിന്നും വ്യത്യസ്തമാണ് ഇവിടുത്തെ നിർമ്മിതികൾ. ഈ സ്കൂൾ കെട്ടിടവും ഗ്രാമത്തിൻ്റെ ഭംഗി സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ചില വീടുകളിൽ ഇരുചക്ര വാഹനങ്ങളുണ്ട്. കൂടുതൽ വീടുകളിലും കാണാൻ സാധിച്ചത് കൃഷിയുമായി ബന്ധപ്പെട്ട ട്രാക്ടറുകളോ ഗുഡ്സ് വാഹനങ്ങളോ ആണ്. ഏറെ നേരത്തെ സഞ്ചാരത്തിനു ശേഷം നമ്മുടെ ലക്ഷ്യസ്ഥാനമായ ഗോപാലസ്വാമി ഹിൽസിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ടിക്കറ്റ് എടുത്ത ശേഷം ഇവിടെ തന്നെയുള്ള KSRTC കർണാടക SRTC ബസ്സിൽ കയറി വേണം നമ്മൾ ഗോപാലസ്വാമി ഹിൽസിലേക്ക് കയറാൻ. ഇവിടെ ചെറിയ ചുരമുണ്ട്. ആ ചുരത്തിലൂടെ വേണം നമ്മൾ സഞ്ചരിക്കാൻ. ഞങ്ങളെല്ലാവരും ബസ്സിൽ കയറി. എല്ലാവർക്കും ഇരിക്കാനുള്ള സീറ്റും ബസ്സിൽ ഉണ്ടായിരുന്നു. ബസ് ചുരം കയറൽ ആരംഭിച്ചു. മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പിനോടൊപ്പം നമ്മൾ മുന്നേ കണ്ട കൃഷിയിടങ്ങൾ വിവിധ നിറങ്ങളിൽ മുകളിൽ നിന്ന് കാണാൻ വളരെ ഭംഗി തോന്നിച്ചു. അതിമനോഹരമായ ഈ കാഴ്ചകൾ കാണാൻ സൗത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ എത്തുന്നു. എന്നാൽ കൂടുതൽ പേരും കർണാടക ഭാഗത്തുള്ളവർ തന്നെയാണ്. ബസ്സിൽ നിന്ന് ഞങ്ങൾ കുറച്ചുപേരെ പരിചയപ്പെട്ടു. Where are you from? Bro, name? Nikhil. You are from Kerala. From Kerala. Oh. സുൽഫി മാഷും ഞങ്ങളെ കൂടെ പോന്നിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് കാസർഗോഡാണ്. അങ്ങനെ ഞങ്ങൾ പോയി മലയുടെ മുകളിലേക്ക് എത്തുകയാണ്. ഇവിടെയുള്ള ഗോപാലസ്വാമി ടെമ്പിളിൻ്റെ സമീപത്തുള്ള മലനിരകളാണ് ഈ കാണുന്നത്. മുഴുവൻ പച്ച വിരിച്ചു നിൽക്കുന്ന പുൽമേടകൾ വളരെ മനോഹരമായിട്ടുണ്ട്. ഇവിടെ ഒരുപാട് മൃഗങ്ങളൊക്കെ എത്താറുണ്ട്. ആനയും മാനുകളും ഒക്കെ എത്തുന്ന ഈ മലനിരകളുടെ ചാരത്തുള്ള അമ്പലമാണ് ഗോപാലസ്വാമി ടെമ്പിൾ. ഞങ്ങളെല്ലാവരും ചേർന്ന് അവിടുത്തെ കാഴ്ചകൾ കണ്ടാസ്വദിക്കാൻ ആരംഭിച്ചു. സമുദ്രനിരപ്പിൽ നിന്നും 4770 അടി ഉയരത്തിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഈ അമ്പലം AD 1315 അന്നത്തെ രാജാവായിരുന്ന ചോള ബല്ലാലയാണ് പണി കഴിപ്പിച്ചത്. അമ്പലത്തിൻ്റെ 4 ഭാഗങ്ങളിലേക്ക് നമ്മൾ നോക്കിയാൽ വളരെ മനോഹരമായ കാഴ്ചയാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുക. ചുറ്റും മേഘങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. താഴേക്ക് നോക്കുമ്പോൾ പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്നു. ദൂരെ കൃഷിയിടങ്ങൾ കാണാൻ സാധിക്കും. വളരെ മനോഹരമായ കാഴ്ച. മഴയുള്ള കാലാവസ്ഥയാണെങ്കിൽ കോട കൂടെ വരും.
അപ്പോൾ ഈ കാഴ്ചക്ക് ഒന്നും കൂടെ മനോഹാരിത കൂടും. അല്പസമയം കാത്തുനിന്നാൽ വിവിധ കാട്ടുമൃഗങ്ങളെയും കാട്ടിലുള്ള പക്ഷികളെയും നമുക്ക് ഇവിടെ നിന്ന് കണ്ടാസ്വദിക്കാൻ സാധിക്കും. അമ്പലത്തോട് ചേർന്ന് കിടക്കുന്ന കാടിൻ്റെ ഭാഗങ്ങളായ ഈ പ്രദേശങ്ങൾ പുൽമേടുകളാണെങ്കിൽ താഴ്വാരത്തേക്ക് പോകുമ്പോൾ അവിടെ വളരെ വലിയ കാടുകളാണ്. ഈ പുൽമേടുകളിൽ മാനുകളെയും ആനകളെയും മുയലുകളെയും കാണാൻ സാധിക്കുമെങ്കിൽ താഴെയുള്ള കൊടുങ്കാട്ടിൽ പുലികളും കടുവകളും തുടങ്ങി വലിയ ജീവികളെയും കാണാൻ സാധിക്കുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ ദിവസവും എത്തിച്ചേരുന്നത്. കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ മടങ്ങിയെത്തി വീണ്ടും കർണാടക SRTC ബസ്സിൽ. ശേഷം ഞങ്ങളുടെ ട്രാവലറിലേക്ക് കയറി തിരികെ വന്ന വഴിയെ വീണ്ടും ആ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു. തിരിച്ചു വരുന്ന വഴിയിൽ കണ്ട കുറച്ച് കാഴ്ചകൾ കൂടെ നമുക്ക് കാണാം. ഈ പുഴയിൽ നിന്നാണ് ഇവിടെ കൃഷിക്കാവശ്യമായ വെള്ളം എത്തിക്കുന്നത്. കൃഷിക്ക് അനുയോജ്യമായ എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രകൃതിയും കൂടെ മനുഷ്യനും ഒന്നു ചേർന്നപ്പോൾ വളരെ മനോഹരമായ കൃഷിയിടങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചത്. നമ്മുടെ നാട്ടിൽ സുലഭമായി കണ്ടുവരുന്ന വാഴക്കൃഷി ഇവിടെയും കാണാൻ സാധിച്ചു. അങ്ങനെ തിരികെ നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് പോവുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.